ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ടൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. അത് മറ്റാരുടേതുമല്ല, സഞ്ചാരി ചാനൽ അല്ലെങ്കിൽ സഫാരി ചാനൽ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ഉടമയായിരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ഗോത്ര ട്രെയിൻ കത്തിക്കൽ വിവാദത്തെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വൈറലാകാൻ കാരണമായിരിക്കുന്നത് ഒരു സിനിമയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന് പറയുന്ന ആ സിനിമയോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ കണ്ടെത്തലിനെ വളരെയധികം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 2002 ഗോത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ആ ട്രെയിൻ കത്തിക്കൽ കലാപത്തെക്കുറിച്ചുള്ള ഒരു സത്യാവസ്ഥയാണ് അദ്ദേഹം അവിടെ തുറന്നു പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ലോകമെമ്പാടും യാത്ര ചെയ്ത് അനേക കാര്യങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്കങ്ങനെ നിസ്സാരമായി തള്ളിക്കളയുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല, ചരിത്രപരമാകുന്ന കാര്യങ്ങളെ. അതുകൊണ്ട് ഈ ചരിത്രം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അക്കാലത്ത് കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഓർത്തിരുന്നത് ഒരു സംഭവത്തിന്റെ പേരിലാണ്. ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവമുണ്ട്. അതിന്റെ സ്പാർക്കുണ്ടായ അതിന്റെ തീനാളം ആദ്യം കത്തിപ്പടർന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ഗോധ്ര സംഭവം ഉണ്ടാകാനുള്ള ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു. ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ്, മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട്, യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്. അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകർ ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസേവകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ്. സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും അങ്ങോട്ട് പോകുന്നതും ഒക്കെ ഈ കർസേവകരായ ആളുകൾ. ഇവർ ഈ ഗോത്രയിൽ വരുമ്പോൾ ഗോത്ര റെയിൽവേ സ്റ്റേഷൻ പ്രത്യേകിച്ച് ഗോത്ര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട്. അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. അവിടെ ഒരു ചെറിയ കോളനിയാണ്. ഈ കോളനി മുഴുവൻ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മാത്രമല്ല ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ്. ഈ 2002 ഫെബ്രുവരി 27 രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷകരുമായിട്ട് 7 മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് വന്നു നിന്നു. എന്തോ സാധനത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ കുറെ കശപിശയുണ്ടായി, ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ചു പേർക്ക് ഈ ഉന്തും തള്ളും എന്തോ ഒരു കശപിശയുടെ പേരിലോ എന്തോ കാരണത്താൽ ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത്. ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലിയ അടുത്ത്, അതായത് ഒരു കഷ്ടിച്ച് 1/2 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാരെ ചങ്ങല വലിച്ചു നിർത്തി അവിടെ നിന്നു. ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ, ഇവർ തമ്മിലൊരു വഴക്കുണ്ടായി. തന്നെയല്ല കുറെ നാളുകളായിട്ട് ഈ വഴക്കുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടില് ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ, ഈ സിഗ്നൽ ഫലിയയുടെ പരിസരത്തിലെ കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിന്റെ അടുത്തേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. വന്നു, ട്രെയിൻ നിന്നു. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ S6, X7 കോച്ചുകളിൽ തീ ആളിപ്പടരുന്നതാണ്. അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്, ചിലർ പറയുന്നു ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും, ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയയിലുള്ള ആളുകൾ, ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തതിൽ നിന്ന് പടർന്നതാണെന്ന്. പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ് പാചകം ചെയ്തതല്ല എന്ന് തെളിയുന്നു. ഏതായാലും ഈ S6ഉം X7ഉം തീയാളി പടർന്നു. ഏതാണ്ട് 57 പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചില്ല. ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു. നമുക്ക് ആ പാളത്തിലൂടെ പോകാം, ഷൂട്ട് ചെയ്യാം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത്, ഒഴിഞ്ഞൊരു ഭാഗത്ത് 2 കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട്. ഞാൻ അതിനടുത്തേക്ക് ഇരുന്നു. 60ഓളം ജീവൻ കരിക്കും പോയ 2 കോച്ചുകൾ അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ്. പക്ഷെ തീ ആളിപ്പടർന്നതിന്റെ പാടുകളുണ്ട്. അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത്. ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ആ ദുരന്തത്തിന്റെ പ്രതീകത്തിന് അടുത്ത് അതിന്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാനങ്ങനെ മരവിച്ച് നിന്നവിടെ. നിങ്ങളെല്ലാവരും അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ, അതിൻ്റെ അകത്തോട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ കേട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന് പറയുന്ന ആ സിനിമയ്ക്കകത്ത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള
ചില വെളിപ്പെടുത്തലുകളാണ് ഈ വീഡിയോയും വൈറലാകുവാൻ കാരണമായിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അനേക ആളുകൾ മരിക്കുവാനിടയായ ഗുജറാത്ത് കലാപങ്ങൾ. ആ കലാപം എന്നും BJPയുടെ രാഷ്ട്രീയ വളർച്ചയിൽ കുറച്ച് കാലങ്ങളോളം തടസ്സമായി നിന്നൊരു സംഭവമായിരുന്നു. എന്നാൽ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് BJP ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഗുജറാത്ത് കലാപം ഉണ്ടാകുവാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര അതിനു മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായും വിവരിച്ച് പറയുന്നത്. അത് UPയിലേക്ക് കർഷകരായി പോയ കുറച്ച് ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിന് ഗോത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് തീപിടിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിലുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ട്രെയിൻ കത്തിക്കുകയാണെന്ന് ഇദ്ദേഹം വളരെ വ്യക്തമായും ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്നാൽ ഈ ചരിത്ര സത്യങ്ങൾ എന്താണ് പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട്. പല ഗ്രൂപ്പുകളും അതിനെതിരെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഈ സത്യങ്ങൾ എപ്പോഴും മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണ്. അത് ആർക്കെതിരെയാണോ സത്യം പറയുന്നത് അവർക്കൊരു പക്ഷേ സഹിക്കാൻ കഴിയത്തില്ല, ഇല്ലെങ്കിൽ അവരുടേതാകുന്ന പൊയ്മുഖങ്ങളെ തുറന്നു കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗുജറാത്ത് കലാപം നടക്കുന്നതിന് മുമ്പുണ്ടായ ചെറിയൊരു ഇൻസിഡൻ്റാണ് വലിയൊരു സംഭവത്തിലേക്ക് എന്ത് ചെയ്യുന്നത് കലാശിക്കുന്നത്. അങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുവാൻ ഇടയായി തീർന്നതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ഇദ്ദേഹം വളരെ പഠിച്ച് കാര്യങ്ങളെ ചിന്തിച്ച് സംസാരിക്കുന്നൊരു വ്യക്തിയാണ്. അതായത് സ്ഥലങ്ങളിൽ കടന്നുപോയി അവിടുത്തെ ആളുകളെ മുഖാമുഖം കണ്ട് അവരുമായി ഇൻ്റർവ്യൂ ചെയ്ത് സത്യങ്ങളെ വെളിപ്പെടുന്ന ഒരു മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത്. ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് അത് ആ ഒരു 90% 100% വിശ്വാസ യോഗ്യമായ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിക്കാറുള്ളത്. ഇനി സത്യം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൻ്റെ സ്വഭാവമാണ്. സത്യം കേൾക്കുമ്പോൾ എന്താണ് ആ സത്യത്തിനെതിരെ നിൽക്കുന്നവർക്ക് നോവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളൊരു സിനിമയുടെ കാര്യം, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട് ഇപ്പോൾ അത് 1000 കോടി കടക്കും, ഇല്ലെങ്കിൽ 500 കോടി കടക്കും, 2 ദിവസത്തിനകം അത് 250 കോടി കടക്കും എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു സിനിമയാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 17 സീനുകൾ എന്ത് ചെയ്യാണ് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് അതിനെ ഒരു 26 മിനിറ്റോളം ആ സിനിമയിൽ 26 മിനിറ്റാണെന്നോ അത് കുറച്ചുകൊണ്ട് അത് വീണ്ടും റീ റിലീസിന് ഒരുങ്ങുന്നു എന്നാണ് നമ്മൾ കേൾക്കുവാനിടയെത്തുന്നത്. സത്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താണ് അർത്ഥസത്യങ്ങളെയാണ് പറയാറുള്ളത്, കാണാറുള്ളത്, കേൾക്കാറുള്ളത്. സത്യം പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ സത്യമാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരെയും എന്ത് ചെയ്യുന്നത് ആ സമന്മാരാക്കി മാറ്റുന്നത്. അർത്ഥസത്യങ്ങളാണ് സമൂഹത്തിൽ എന്തുണ്ടാക്കുന്നത് ചിത്രത ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തെപ്പറ്റി പറയുമ്പോൾ ഒരു സമൂഹമാണ് അതിന് കാരണമെന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ളൊരു സംഭവം മറന്നു കളയുകയാണ്. അതിനാണ് അർത്ഥസത്യം എന്ന് പറയുന്നത്. മുമ്പ് നടന്ന ഒരു കാര്യത്തെ മറന്നുകൊണ്ട് പിന്നീട് നടന്നൊരു സംഭവത്തെ മാത്രം എടുത്ത് ജനത്തിന് മുമ്പിൽ വിശകലനം ചെയ്യുമ്പോൾ മറഞ്ഞു കിടന്ന സത്യം എന്താണ് പുറത്തു വരുവാനിടയാകും. അപ്പോഴാണ് അവിടെ നിന്നുണ്ടാകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മാത്രമല്ല, ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയുവാനുള്ള മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം, അതായത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് പിന്നിൽ എന്താണ് അത് ഇസ്രായേലിയരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ കാരണക്കാർ പറയുന്ന പത്രങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ ആളുകളുമൊക്കെ എന്താണ് ഇസ്രായേലിയരാകുന്ന യഹൂദന്മാർ അറബികളുടെ രാജ്യം പിടിച്ചെടുത്തു, അവർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുകയാണ്. മീഡിയകളെല്ലാം അങ്ങനെ എന്താണ് അനേകം മീഡിയകൾ അങ്ങനെ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് പിന്നിൽ ഒരു ചെറിയ സംഭവം നടന്നിരുന്നു. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി നടന്ന ചെറിയൊരു സംഭവം. ചെറിയതാണെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അതിന് തുടക്കമാണ് അവിടെ അല്ലേ. ഏകദേശം 1200 വരുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലേക്ക്
ഹമാസ് മിലിറ്റൻറ്റുകൾ എന്ത് ചെയ്യുകയാണ്, ആയുധങ്ങളുമായി കടന്നു ചെന്നവരെ ആക്രമിക്കുന്ന ഒരു സംഭവം അവിടെ ഒക്ടോബർ 7, 2023 നടക്കുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ തിരിച്ചടിയാണ് ഇപ്പോൾ യുദ്ധമായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനേകായിരങ്ങളുടെ ജീവൻ എടുക്കുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേൽ തുടങ്ങിയ യുദ്ധത്തിന് മുമ്പ് എന്താണ്, ഒരു ചെറിയ ആക്രമണം ഹമാസ് തീവ്രവാദികൾ എവിടെ നടത്തിയിരുന്നു, ഗാസയിലെ സദേൺ ഇസ്രയേലിൽ എന്താണ് നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സദേൺ ഇസ്രയേലിൻ്റെ ഗാസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇസ്രയേൽ പിടിച്ചെടുക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ആക്രമണം പിന്നെ യുദ്ധത്തിലേക്ക് അവരെ നയിച്ചുവെങ്കിൽ നമ്മൾ ഈ ഗുജറാത്ത് കലാപത്തെപ്പറ്റി പഠിക്കുമ്പോൾ എന്താണ്, മുമ്പ് മറഞ്ഞു കിടന്ന ഒരു സത്യത്തെയും കൂടെ ചൂണ്ടിക്കാണിക്കണം. എങ്ങനെയാണ് 57 പേര് അല്ലെങ്കിൽ 59 പേര് മരിക്കുവാനിടയായ, കർസേവകർ മരിക്കുവാനിടയായ ഒരു കാര്യം എന്താണ്, അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴും എന്താണ് നമ്മൾ ചിന്തിക്കാറില്ല അതിനെക്കുറിച്ച്. അത് പറയുമ്പോഴാണ് ആ സത്യം പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ അത് അർത്ഥസത്യമായി എല്ലാ കാലവും സമൂഹത്തിന് എന്ത് ചെയ്യും, നിലകൊള്ളുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ട്രെൻഡിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടെന്നുള്ളതാണ്. അതിന് ചുവട് വെച്ചുകൊണ്ട് അതിനെ ഒന്ന് കൂളാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അട്രാക്ഷൻ ഒന്ന് പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന ചില നമ്പറുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ തുറന്നു വരാൻ വേണ്ടി ഒരു സിനിമ എന്ത് ചെയ്തു, അതിൻ്റെ തലമുടി 4 ഇഴ കീറി പരിശോധിക്കുകയാണ് ഇപ്പോൾ ആ സിനിമയല്ലേ. അപ്പോൾ ആ സിനിമ എന്ത് ചെയ്തു, മറഞ്ഞു കിടക്കുന്ന പല സത്യങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ എന്തായി ഇടയായി തീർന്നു എന്നുള്ളതാണ്. അത് ഗുജറാത്ത് കലാപമല്ല, അതിനു മുമ്പുള്ള ഗോത്ര ആ ട്രെയിൻ കത്തിക്കൽ സംഭവത്തിലേക്ക് അതെന്ത് ചെയ്യാണ്, നീണ്ടു ചെല്ലുകയാണ്. കാലം എത്ര കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, അത് ഈ പുറത്തു വരുവാനിടയായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സമൂഹത്തോട് സത്യം നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ ആ മുഴു സത്യവും തുറന്നു പറയുവാനിടയാകണം. അർത്ഥസത്യങ്ങൾ എന്ത് ചെയ്യും, സമൂഹത്തിൽ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കും, വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയായിത്തീരും, സമൂഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഒന്ന് സിനിമയായി നമ്മൾ കാണണം. സിനിമയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന ഒരു അംഗീകാരമാണ് നമുക്ക് നൽകുന്നത്, ഒരു അവകാശമാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ ഇത് ഒരു മേഖലയിൽ വരുമ്പോൾ ആ ഗ്രൂപ്പുകാർ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവർക്ക് വിരോധമായി വരുമ്പോൾ അവരും അതിനെ തടയാൻ ശ്രമിക്കുമല്ലേ. കേരള സ്റ്റോറിക്കെതിരെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഒളിഞ്ഞും തെളിഞ്ഞും അതിനെതിരെ എന്ത് ചെയ്തു, ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും അതിനെതിരെ സംസാരങ്ങളുണ്ടായി. ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് അതിനെന്താണ് 2 കൈ നീട്ടി ആരും സ്വീകരിക്കുന്നില്ല, ഒരു സമൂഹം അതിനെ എതിർക്കുകയാണ്. എന്നാൽ ഇത് വരുമ്പോൾ എന്ത് ചെയ്യുകയാണ്, എമ്പുരാൻ വരുമ്പോൾ ആ സമൂഹം പറയുകയാണ് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, എന്തിനാണ് അതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോവുന്നത് എന്തെങ്കിലും വരുമ്പോൾ നമ്മളതിനെ തിരസ്കരിക്കുകയും നമുക്ക് സുഖം തരുന്ന എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനല്ല യഥാർത്ഥമാകുന്ന ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. പക്ഷെ എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായും പറയട്ടെ, എന്തെങ്കിലും ഈ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ്, വേദനിപ്പിക്കുന്ന മറ്റൊന്ന് മറഞ്ഞിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അതിനോടനുബന്ധിച്ച് മറ്റൊന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഒക്കെ സംഭവിച്ചതിന് പിന്നിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ചുമ്മാ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടുകയല്ല. നമ്മൾ 1-ാം ലോകമഹായുദ്ധത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തോടനുബന്ധിച്ചാണ് അതുണ്ടാവുന്നത്. 2-ാം ലോകമഹായുദ്ധത്തിന് പിന്നിലുണ്ടാവുന്നത് ആ ഹിറ്റ്ലർ ബാൾട്ടിക്സ് പിടിച്ചെടുക്കുവാനായിട്ടുള്ള ഒരാക്രമണ ഉത്സുകത അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് 2-ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം ഒരു വലിയ യുദ്ധത്തിന് പിന്നിൽ ഒരു ചെറിയ കാരണമുണ്ട്. ആ കാരണമാണെന്ത്, അതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാതെ നമ്മൾ ആ വലിയ സംഭവത്തെ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിയ സംഭവമാണ് നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, ആ വലിയ സംഭവത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഒരു ബീജം കാണും. അതിനെ തൊടുമ്പോഴാണ് 2 കൂട്ടർക്കും എന്താവുന്നത്, അത് സ്വീകാര്യമായി തീരുന്നത്. അല്ലാതെ ആ ഒരു കാര്യത്തെ മാത്രം സമൂഹത്തിൽ തുറന്നു കാണിക്കുമ്പോൾ അത് സ്വീകാര്യത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ
ഒരു കൂട്ടരെ എന്ത് ചെയ്യുകയാണ് താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റൊന്നിനത് വളമാകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മറിച്ച് രണ്ട് ഭാഗവും ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിൽ സംവിധായകനെ ഒരു നട്ടലുള്ള സംവിധായകനെ നമുക്ക് പറയുവാൻ കഴിയും, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. നട്ടലുള്ള അഭിനേതാവെന്ന് നമുക്ക് പറയുവാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല, ഞാൻ അതിൻ്റെ ഭാഗങ്ങൾ വായിച്ചിരുന്നില്ല, മറ്റൊരാൾ പറഞ്ഞു കേട്ടതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യാണ്, തടി തപ്പുകയാണ്. പിന്നീട് എനിക്ക് പറയാനുള്ള കാര്യം, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നട്ടലോടുകൂടി നിവർന്നു നിന്നുകൊണ്ട് അതിനെ സ്വീകരിക്കുവാൻ എന്തു വന്നാലും ഇതിനെ വെട്ടിമുറിക്കില്ല എന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അങ്ങനെ പറയാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. ഇതിനെ വെട്ടിമുറിക്കാൻ പാടില്ല, സുപ്രീം കോടതിയിൽ പോകാൻ, ഹൈക്കോടതിയിൽ പോകാൻ ഇതിനെ വെട്ടിമുറിക്കാൻ പാടില്ലെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഈ 17 ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളയുവാനുള്ള അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി അതിനെതിരെ ഒരു അനുമതി വാങ്ങിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിനൊരു അംഗീകാരം വാങ്ങിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ തുറന്നു കാണിച്ചത് അർത്ഥ സത്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇനി അത് പുറത്തു വരുമ്പോഴെങ്ങനെയാണ്? മുറിക്കപ്പെട്ടതായിട്ടാണ് ഇത് പുറത്തു വരുന്നതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങളൊരു സമൂഹത്തെ താഴ്ത്തിക്കെട്ടി, ഒരാളെ വേദനിപ്പിച്ചു, പൂർണ്ണ സത്യം ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു, ഞങ്ങൾ അർത്ഥസത്യമാണ് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് അതിനെ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയട്ടെ, ഇപ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ തൻ്റെ ഇടത്തോടുകൂടെ ചങ്കുറച്ച് നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയണം, എന്തു വന്നാലും ഇതിനെ വെട്ടിമുറിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല നമുക്ക് പറയുവാനുള്ള ആർജവുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലൊക്കെ ചെറിയ ചെറിയ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതെപ്പോഴാണെങ്കിലും പുറത്തു വരുമെന്നുള്ളതാണ് ഈ സിനിമയുടെ ആ ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്നേ പറയുവാനുള്ളൂ, സമൂഹത്തെ തമ്മിൽ ചിത്രിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയിലൂടെ സമൂഹം കലങ്ങുവാൻ ഇടയായി തീരുക തന്നെ ചെയ്യും. പിന്നീട് കാണുന്നവർ അതിനെ ഒരു സിനിമയായി മാത്രം കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയ സമൂഹത്തിൽ അനേക പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ള, സിനിമയെ നമ്മൾ സിനിമയായി മാത്രം കാണുക, അതിനെ ഒരു കലാപത്തിനുള്ള അല്ലെങ്കിൽ അതിനെ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ചിത്രത്തിന് കാരണമാകാതെ നമ്മൾ സമൂഹത്തിൻ്റെ ആ യൂണിറ്റിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് ഉള്ളത്.